നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ആര് ഭരിക്കുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ ഇപ്പോൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. ചാനൽ ഫ്ലോറുകളിലെ തർക്കങ്ങളും ശതമാനക്കണക്കുകൾ നോക്കിയുള്ള വിവരണങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി തൂകും. പല ചാനലുകളും പിന്നീട് കൈകഴുകാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ഒപ്പീനിയൻ സർവേ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാതൃഭൂമി സർവേയിൽ പറയുന്നത് LDFന് 66 മുതൽ 78 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന്, UDFന് കിട്ടുന്നത് 62 മുതൽ 72 വരെ, NDAയ്ക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ. ഒരു കാര്യം വ്യക്തമാണ്, ഈ സർവേയിലൂടെ നമ്മൾ ഒന്ന് കണ്ടോടിക്കുമ്പോൾ വേണമെങ്കിൽ UDFന് ഭരിക്കാം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ. അതല്ല എങ്കിൽ സാധ്യത കൂടുതൽ LDFനാണ്. ഇനി മനോരമ സർവേ, UDFന് 69 മുതൽ 81 സീറ്റുകൾ വരെ, LDFന് വെറും 57 മുതൽ 69 സീറ്റുകൾ വരെ, NDAയ്ക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ. ഇവിടെയാണ് ചില പിശകുകൾ സംഭവിക്കുന്നത്. NDA 5 സീറ്റുകൾ നേടിയാൽ നേരത്തെ പറഞ്ഞ ശതമാനക്കണക്കുകളിൽ വലിയ വ്യതിയാനം വരും. BJPക്ക് വേണ്ടി നേരത്തെ C4 ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേ പറഞ്ഞത് 65 മുതൽ 75 സീറ്റുകൾ വരെ LDF നേടുമെന്നാണ്, UDFന് 60 മുതൽ 66 സീറ്റുകൾ വരെ. എന്നാൽ ഈ സർവേയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. NDAയുടെ വൻ മുന്നേറ്റമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ സർവേ കണ്ടാൽ തല കറങ്ങും. LDFന് 67 മുതൽ 81 സീറ്റുകൾ വരെ നേടാം, UDFന് 55 മുതൽ 71 സീറ്റുകൾ വരെ നേടാം, BJPക്കും 0 മുതൽ 3 സീറ്റുകൾ വരെ നേടാം എന്നാണ് റിപ്പോർട്ടർ TVയും പറയുന്നത്. അടുത്ത കാലത്ത് കേരളത്തിൽ സംപ്രേക്ഷണം തുടങ്ങിയ ബിഗ് TV തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ സഹോദരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ടെലിവിഷൻ ചാനൽ. ചാനൽ പ്രവചനം അനുസരിച്ച് LDFന് 64 സീറ്റുകൾ വരെ നേടാം, UDFന് 74, NDAയ്ക്ക് 2 സീറ്റാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. ഈ സർവേ ഫലങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു, LDFനോ UDFനോ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ വിജയിക്കാം, ഭരിക്കാം. 3ാം വട്ടവും പിണറായി വിജയൻ വരും എന്ന് ഭയക്കുന്നവരുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ മിക്ക ചാനലുകളും പുറത്തുവിട്ടിരിക്കുന്നത്. News 18 വോട്ട് വൈവ് പ്രസിദ്ധീകരിച്ച സർവേ ഫലങ്ങൾ ഇങ്ങനെ: കേരളത്തിൽ UDF നേടുന്നത് 39.7% വോട്ടുകൾ, അവർക്ക് 64 മുതൽ 74 സീറ്റുകൾ വരെ ലഭിക്കാം. LDFന് കിട്ടുന്നത് 38.7%, അവർക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം 63 മുതൽ 73 വരെ. NDAയ്ക്ക് കിട്ടുന്ന വോട്ട് ശതമാനം 16.1, അവർക്ക് ലഭിക്കുന്ന സീറ്റുകൾ 1 മുതൽ 5 വരെ. ഈ സർവേ ഫലങ്ങളിലൂടെ കണ്ടോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, UDFനും LDFനും തമ്മിൽ വലിയ സീറ്റ് വ്യത്യാസങ്ങൾ ഇവരാരും പ്രവചിക്കുന്നില്ല. എന്നാൽ NDA 5 സീറ്റുകൾ വരെ നേടാം എന്ന പ്രവചനങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, NDA തന്നെയായിരിക്കും ഏറ്റവും നിർണായക ശക്തിയായി മാറുന്നത്. മിക്ക സർവേകളും കേരളത്തെ 3ആയി തിരിച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം. എല്ലാ സർവേകളിലും വടക്കൻ കേരളത്തിൽ മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിൽ UDF പിന്തുണയുറപ്പിക്കുന്ന കാഴ്ച മധ്യ കേരളത്തിലും ഒരു തരംഗം ദൃശ്യമാണ്. എന്നാൽ തെക്കൻ കേരളത്തിൽ ഇപ്പോഴും LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സർവേ ഫലങ്ങളാണ് ഏറെ. അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് News 18 സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ പേര്. മാതൃഭൂമിക്കും സമാനമാണ് സാഹചര്യം. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയം എന്ത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, മദ്യവും ലഹരിയും, ക്രമസമാധാനം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ എല്ലാ മുന്നണികളും ഉയർത്തുന്നുണ്ട്. ഈ സർവേ ഫലങ്ങളിലൂടെ കണ്ണോടിക്കുന്ന പ്രേക്ഷകർക്കാണ് ഏറ്റവും വലിയ ആശയക്കുഴപ്പം. ഇവരിൽ ആരെ വിശ്വസിക്കണം? എല്ലാ ചാനലുകൾക്കും ചില രാഷ്ട്രീയ ചായ്വുകളുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ചാനൽ സർവേകളൊന്നും യാഥാർത്ഥ്യവുമായി നീതി പുലർത്താത്തതാണ്. പ്രൊഫഷണൽ സർവേകളിൽ ഒരു സാമ്പിളിന് മുടക്കേണ്ടത് 100 രൂപ വരെയാണ്. ആ സാമ്പിൾ സെലക്ഷനൊക്കെ കർശനമായ ചില മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. 100 രൂപ മുടക്കി
140 മണ്ഡലങ്ങളിൽ 1,40,000 പേരെയെങ്കിലും കണ്ട് ഒരു സർവേ നടത്തിയാൽ മാത്രമേ അത് യുക്തിഭദ്രമാകൂ. ഇത്തരമൊരു സർവേ നടത്തണമെങ്കിൽ അതിൻ്റെ പ്രാഥമിക ചെലവ് പോലും 1.5 കോടി രൂപയോളം വരും. ഇത്രയധികം പണം ചെലവഴിച്ച് കേരളത്തിൽ ഏത് ചാനലാണ് ആധികാരികമായൊരു സർവേ നടത്തിയത്? അപ്പോൾ പിന്നെ മിക്കവയും മാരകമായ തള്ളുകൾ മാത്രമാണ്. ഒരു പൊതു ട്രെൻഡ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ട്രെൻഡിൻ്റെ ഓരം ചേർന്ന് ഒരു റിസൾട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കുക. മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ വലിയ പണമാണ് ഇപ്പോൾ മുന്നണികളൊക്കെ ഒഴുക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളി വാർത്ത ആരിൽ നിന്നും ഒരു സ്പോൺസർഷിപ്പ് തുകയോ പരസ്യമോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ വാങ്ങിയിട്ടില്ല. മിക്ക ചാനൽ സർവേകളും പണം കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പകൽ പോലെ വ്യക്തം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കിഫ്ബി വഴിയും PRD വഴിയും അന്ന് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തത് 200 കോടിയിലധികം രൂപ. പിന്നീടും പണം ധാരാളം ഒഴുക്കി മുന്നണികൾ. കേരളത്തിൽ LDF പത്രമാധ്യമങ്ങൾക്ക് പണം വാരിക്കോരി കൊടുത്തപ്പോൾ തെലങ്കാനയിലെ പരസ്യം നൽകി കോൺഗ്രസും ഇവിടെയുള്ള മാധ്യമങ്ങളെ സഹായിച്ചു. കർണാടകയും തെലങ്കാനയുമൊക്കെ ഉള്ളതുകൊണ്ട് ഫണ്ടിന് വലിയ കുഴപ്പമില്ല. വലിയ സ്പോൺസർഷിപ്പ് തുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്കും മറുവശത്ത് ചാനലുകൾക്കുമൊക്കെ മുന്നണികൾ കൈമാറുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും അങ്ങനെ പിണക്കാൻ കഴിയില്ല. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സർവേ റിപ്പോർട്ടുകളാണ് മിക്കവരും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തൽക്കാലം ഒന്നു മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പോംവഴി. ഈ സർവേ ഫലങ്ങൾക്കൊന്നും യാതൊരുവിധ വിശ്വാസവും നൽകേണ്ടതില്ല. ഓരോ വ്യക്തിയും അവരുടെ മനസ്സിൽ തോന്നുന്ന യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് ഇക്കുറി വോട്ട് ചെയ്യുക. അതുമാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ. പൊതുവെ പറയുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെക്കാൾ ഒട്ടനവധി ജനങ്ങളെ സ്വാധീനിക്കുന്ന മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് UDFൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം. ഇത് തെക്കൻ കേരളത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഭരണം UDFന് കിട്ടിയാൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമായിരിക്കുമെന്നൊക്കെയാണ് അവിടെ നടക്കുന്ന പബ്ലിസിറ്റി ക്യാമ്പയിൻ. മറുവശത്ത് മുസ്ലിം ലീഗും ജമാഅത്തെയും ഒക്കെ UDFനൊപ്പം നിൽക്കുമ്പോൾ SDPI നേരെ ഇടത് ക്യാമ്പിൽ. ഇതും തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുകൾ ചൊല്ലിയാണ് മറ്റൊരു വിവാദം. ഇക്കുറി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പിടി അയഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വോട്ടുകൾ UDFന് നൽകുമെന്നും ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ സർവേ ഫലങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് മധ്യ തിരുവിതാംകൂറിൽ അവരുടെ പിടി അയഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരവും വികസന നേട്ടങ്ങളും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ വർഗീയ ധ്രുവീകരണം ഇപ്പോൾ പല മുന്നണികളുടെയും ചങ്കിടിപ്പ് ഉയർത്തുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ ഏത് ബോംബ് വേണമെങ്കിലും പൊട്ടാം. ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ നമ്മുടെ 2018 പ്രളയ ബോംബാണ് പുറത്തെടുത്തിരിക്കുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അഴിമതിക്ക് തെളിവായി വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടേതെന്ന് അവകാശപ്പെട്ട ഫോൺ സംഭാഷണമാണ് കുഴൽനാടൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ട് മുന്നണികളും അവസാന മണിക്കൂറുകളിൽ ഇതുപോലെ പല ബോംബുകളും ഇനി പൊട്ടിക്കും. കേരളം ആര് ഭരിക്കുമെന്ന് ജനങ്ങൾ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അതിന് വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ മുന്നിലുള്ളൂ. ഇന്ന് കൊട്ടിക്കലാശം, നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ വോട്ടെടുപ്പ്. ആര് വേണമെങ്കിലും ജയിക്കട്ടെ എന്നൊരു കൂട്ടർ, മറുവിഭാഗം പറയുന്നത് വലിയ ഡീലുകൾ കേരളത്തിൽ നടക്കുന്നുവെന്ന്. BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒഴിച്ച് LDFനെ സഹായിക്കും എന്ന കിംവദന്തി ഇന്നലെ പരന്നിരുന്നു. മുകൾ തട്ടിലുള്ള ഡീലുകൾ പലപ്പോഴും ഏറ്റെടുക്കാൻ താഴെ തട്ടിലുള്ള പ്രവർത്തകർ കൂസാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡീൽ ആരോപണങ്ങൾ എങ്ങനെയൊക്കെ ഏൽക്കും എന്നും കാത്തിരുന്ന് കാണണം. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ ഇത്തരം ഡീലുകൾ മുകൾ തട്ടിൽ ഉറപ്പിക്കും എന്നതിൽ വലിയ സംശയം വേണ്ട. എന്നാൽ ഒരു രഹസ്യ ഉടമ്പടിയും അധികകാലം മൂടിവെക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഡീലിൻ്റെ വിശദാംശങ്ങൾ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ വിജയിക്കണമെന്ന്, ഏത് മുന്നണി അധികാരത്തിലെത്തണമെന്ന്. ഭരണവിരുദ്ധ വികാരം സത്യം തന്നെയാണ്. മറുവശത്ത് UDFന് ഒരു മേൽക്കൈയുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി ഏകോപിപ്പിച്ചില്ല എങ്കിൽ UDFനും അവർക്ക് മുന്നിൽ വലിയ റിസ്കുകളുണ്ട് എന്ന് വ്യക്തം. പിണറായി വിജയനും കൂട്ടരും സർവ്വതന്ത്രങ്ങളും പുറത്തെടുക്കുന്നു എന്നാണ് ഈ സർവേ ഫലങ്ങളിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരിക. ചാനലുകളെയൊക്കെ ഇപ്പോൾ LDF ഉൾപ്പെടുന്ന ഈ ഭരണമുന്നണി വിലക്കെടുത്തിട്ടുണ്ട് എന്ന സംശയം സ്വാഭാവികമായി നമുക്ക് തോന്നാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.